ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഈ ഒരു വീഡിയോയുടെ തമ്പിൽ കണ്ട പോലെ മേ ബി നിങ്ങളെല്ലാവരും 10th ആ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്ന ശേഷം സെക്രട്ടേറിയറ്റ് ഓയുടെ ആ ഒരു കട്ട് ഓഫ് കടന്ന ആൾക്കാരായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും, അല്ലാത്തവരുണ്ടെങ്കിൽ അവർ കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട പല സംശയങ്ങൾ ഈ ഒരു പ്രിലിംസ് വന്നതിന് ശേഷം ഒരുപാട് സംശയങ്ങളും പ്രിലിംസിൻ്റെ റിസൾട്ട് വന്ന ശേഷം ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഇനി എക്സാംസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യം നമുക്ക് അറിയേണ്ടതുണ്ടാവും. സോ അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ആയുള്ള വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഈ സെക്രട്ടേറിയറ്റ് ഓയുടെ ആ ഒരു പ്രിലിംസ് റിസൾട്ട് വന്ന ശേഷം ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. അതായത് ഇനി നമ്മുടെ മുന്നിൽ ആകെയുള്ളത് ഒരു 30 ദിവസം മാത്രമേ ഉള്ളൂ. ഈ 30 ദിവസം നമ്മൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട്, അതായത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ മസ്റ്റായിട്ടും ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ ആദ്യം പോസിറ്റീവ് വശം പറയാം. അതിലൊന്നാണ് നിങ്ങൾ ഇനിയുള്ള 30 ദിവസങ്ങളിൽ നിങ്ങളുടെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടാവും. എന്നാൽ കൂടി രണ്ട് ടൈപ്പ് ആൾക്കാർക്ക് യൂസ്ഫുൾ ആണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് PYQs നന്നായിട്ട് നോക്കുക. അത് ഒരുപക്ഷെ ഒരുപാട് കാലങ്ങളായിട്ട് PSC പഠിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. PYQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ഒരു ഫുട്ബോൾ മത്സരമാണെന്ന് വിചാരിക്കാം. ഈ ഫുട്ബോൾ മത്സരത്തിൽ ഒരു ഫൈനൽ മത്സരമാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മാച്ചാണ്. ഈ പ്രധാനപ്പെട്ട മാച്ചുകളിൽ ഈ ഓപ്പോസിറ്റ് പ്ലേയേഴ്സിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. കീ പ്ലേയേഴ്സിനെ അവർ ലോക്ക് ചെയ്യും. ഇപ്പോൾ എൻ്റെ ടീമിൻ്റെ ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമിൽ കുറച്ച് കീ പ്ലേയേഴ്സ് ഉണ്ടാവും. അവരെ ആ കീ പ്ലേയേഴ്സിന് എന്ത് ചെയ്യാം, നമ്മൾ മാർക്ക് ചെയ്യണം. എന്തിനാണ്? അതാണ് അവിടെ നിന്നാണ് ത്രെറ്റ് വരാൻ ചാൻസ്. സോ അതുപോലെ തന്നെയാണ് ഇവിടെയും. ഞാനത് കണക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ PYQസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇത്രയും കാലം ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. അതിൽ നമുക്ക് പഠിച്ചാൽ ഷുവറായിട്ട് കിട്ടും എന്ന് വിചാരിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവും. അത് സെലക്ട് ചെയ്യാനും ഇനി അതിലെ പല പോയിന്റ്സ് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റീകോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു 30 ദിവസം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു 30 ദിവസം നിങ്ങൾ മാക്സിമം PYQs സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുവാണെങ്കിൽ മാക്സിമം PYQs ഒക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ പല പബ്ലിക്കേഷൻസിലും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, അത് ചെയ്യാൻ ശ്രമിക്കുക. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട്, ഓവർ ടൈം ആയിട്ട് മീൻസ് ടൈം എക്സീഡ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 30 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PYQ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു സിസ്റ്റം രൂപപ്പെടുത്തുക. ഇനി കറണ്ട് അഫയേഴ്സ്, പല ആൾക്കാരും ലാസ്റ്റ് ടൈമിലേക്കാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുക. കുഴപ്പമൊന്നുമില്ല, നമുക്ക് കറണ്ട് അഫയേഴ്സ് മറ്റുള്ള സബ്ജക്റ്റുകളെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കാര്യങ്ങളും ഇപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് ആണെങ്കിലും മറ്റ് വിവരങ്ങളൊക്കെ ആണെങ്കിലും പ്രധാനപ്പെട്ട ഹോസ്റ്റുകളൊക്കെ ആണെങ്കിലും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാസ്റ്റ് പഠിച്ചാലും ഫസ്റ്റ് പഠിച്ചാലും നല്ലതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇപ്പോൾ മെയിലാണ് എക്സാം വരുന്നത്, മാർച്ച് 31 വരെയുള്ള അല്ലെങ്കിൽ ഒരു ഏപ്രിൽ 10 വരെയുള്ള കറണ്ട് അഫയേഴ്സുകൾ മിനിമം നിങ്ങൾ നോക്കിയിരിക്കുക. അതിനപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓർഡറിൽ വരിക എന്നുള്ളത്. അതായത് ഏപ്രിൽ തൊട്ടിട്ട് തിരിച്ച് ഇങ്ങോട്ട് മാർച്ച്, ഫെബ്രുവരി, ജനുവരി, അങ്ങനെ തിരിച്ച് 2024 ജനുവരി വരെയൊക്കെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഈ സെക്രട്ടേറിയറ്റ് ഓയെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത ഇനിയുള്ള 30 ദിവസം ഞാൻ എന്ത് ചെയ്യണം. പല ആൾക്കാരും റിസൾട്ട് വരട്ടെ, കടക്കോ കട്ട് ഓഫ് കടക്കോ എന്ന് പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ്, റിസൾട്ട് വന്നു, അവർ ക്വാളിഫൈ ആയി, ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, പഠിച്ചതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു സിസ്റ്റം, ഈ PYQയിലൂടെ മാക്സിമം നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇനി രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു പ്രിലിംസ് കടക്കാത്ത ആൾക്കാർ, അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ലാബ് അസിസ്റ്റന്റ്, കാരണം അവർക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ലാബ് അസിസ്റ്റന്റാണ്. പിന്നെ ഒരു സ്റ്റോർ കീപ്പർ വന്നിരുന്നു, അതിന് സെക്രട്ടേറിയറ്റ് ഓയിനേക്കാൾ കട്ട് ഓഫ് കൂടുതലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഈ ലാബ് അസിസ്റ്റന്റ് എന്ന് വരും. എൻ്റെ ഒരു ഞാൻ പറയുന്നത് കൃത്യമായിക്കൊള്ളുന്നില്ല, എന്നാലും ഇത്രയും എക്സാംസ് നടന്ന ഒരു രീതി വെച്ചിട്ട് ഈ സെക്രട്ടേറിയറ്റ് ഓയ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ്. നമ്മുടെ ആ ഒരു ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി സെക്രട്ടേറിയറ്റ് ഓയ്ക്ക് തന്നെയാണ് കട്ട് ഓഫ് കൂടാൻ സാധ്യത, ലാബ് അസിസ്റ്റന്റ് കുറവാകാനാണ് സാധ്യത, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ആ ഒരു ടെൻഷനിലുണ്ടാവും. ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയ് പോയി, ഇനിയിപ്പോൾ ലാബ് അസിസ്റ്റന്റ് പഠിക്കണോ, അത് കിട്ടുമോ, ഇങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. എനിക്ക് പറയാനുള്ളത്,
നിങ്ങളോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യും. മേ ബി നിങ്ങൾക്ക് ലാബ് അസിസ്റ്റന്റ് കിട്ടാം. ഇനി കിട്ടിയില്ലെങ്കിലും ASM ഉടൻ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഐ തിങ്ക് ലാബ് അസിസ്റ്റന്റ് ജൂണിലാണെന്ന് തോന്നുന്നു എക്സാം വരുന്നത്. ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും നമുക്കിനി ASM ഒറ്റഘട്ട പരീക്ഷയുള്ള ASM വരുന്നുണ്ട്. സോ ഇത് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ASM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സിലബസ് തന്നെയാണ്. പഠിച്ചാൽ വേസ്റ്റ് ആവത്തില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചത് ആ ഒരു എക്സാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പഠിക്കാനും റിവിഷൻ ചെയ്യാനും പ്രോപ്പറായിട്ട് സമയം കിട്ടും. മറിച്ച് നിങ്ങൾ ലാബ് അസിസ്റ്റന്റ് റിസൾട്ട് വന്ന് ഇതുപോലെ പെട്ടെന്നായിരുന്നു സെക്രട്ടറി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു സെക്രട്ടറി ആയിട്ട് റിസൾട്ട് വന്നത്. വരുന്ന ഉറപ്പായിരുന്നു, എന്നാൽ കൂടി പ്രതീക്ഷിച്ചില്ല പല ആൾക്കാരും. പലരും കട്ട് ഓഫ് കടക്കില്ല എന്ന് വിചാരിച്ച് കട്ട് ഓഫ് കടന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ എന്താ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നല്ലൊരു പ്രിപ്പറേഷൻ നടത്താനുള്ള സമയം ഇല്ല. എങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് കുറച്ചെങ്കിലും ഐഡിയ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഓക്കെയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താതെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു സെക്രട്ടറി OA എക്സാം ക്രാക്ക് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ലാബ് അസിസ്റ്റന്റ് എക്സാം കിട്ടുമെന്ന ആ ഒരു വിശ്വാസത്തിൽ പഠിക്കുക. ഇനി അത് കിട്ടിയില്ലെങ്കിൽ ASM ഉടൻ തന്നെ ASM വരുന്നുണ്ട്. ഇനി ഡിഗ്രി യോഗ്യതയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള ഗ്ലാമറസ് പോസ്റ്റ് KS വരുന്നുണ്ട്. ഏതാണ് നിങ്ങളുടെ ആ ഒരു കപ്പാസിറ്റിക്ക് ഉൾക്കൊള്ളുന്ന ഒരു എക്സാം. KS ഒക്കെ എന്ന് പറയുമ്പോൾ ഞാനത് യൂസ് ചെയ്യുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ KS എല്ലാവർക്കും എഴുതാൻ പറ്റും. പക്ഷേ ആ ഒരു പഠിക്കുന്ന ലെവൽ അത്രയും ഇൻഡെപ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും അത് ഗ്രഹിക്കാൻ പറ്റുന്ന കഴിവ് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് നിങ്ങളുടെ കപ്പാസിറ്റി എന്താണോ, നിങ്ങളുടെ ടൈം ലിമിറ്റ്, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. സെക്രട്ടറി OA റിസൾട്ടേ വന്നിട്ടുള്ളൂ. ലാബ് അസിസ്റ്റന്റിലൂടെ തന്നെ വരും. ഞാൻ കരുതുന്നത് കട്ട് ഓഫ് കുറയുന്നതിനെയാണ്. ഈ സെക്രട്ടറി OA സംബന്ധിച്ച് എത്ര വരുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പഠിക്കുക. മേ ബി അത് കട്ട് ഓഫ് കടക്കാം. പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ബോണസ് ആണല്ലോ. ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ASMലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു ബാച്ചുകളിലേക്കൊക്കെ ASM ആയാലും ലാബ് അസിസ്റ്റന്റ് ആയാലും ഈ വരുന്ന 10th മെയിൻസ് ഒക്കെ ആണെങ്കിലും അതിന് നമ്മുടെ കോമ്പറ്റേറ്റീവ് കളർ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും വരുന്ന എക്സാമിന് എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.